ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ആലപ്പുഴ പോകണം കേട്ടോ. ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. റിച്ചും അപ്പയും വരുന്നില്ല. അപ്പോൾ എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ കാക്കനാട് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്ലേസ് എവിടെയാണ്, എറണാകുളത്ത് എവിടെയാണ്. ഞാൻ എറണാകുളത്ത് കാക്കനാടാണ്. അങ്ങനെ നമുക്ക് പിന്നെ അവസാനം ബസ് കിട്ടി ഗൈസ്. പക്ഷേ നമ്മൾ എപ്പോഴും പോണ ബസ്സൊന്നും അല്ല, ഇതിനകത്ത് പാട്ടൊന്നും ഇല്ല. എന്നാലും പിന്നെ വേറെ വഴിയില്ല, ടൈം കുറേ ആയി. അങ്ങനെ ഫൈനലി നമ്മളിതേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി നടന്ന് പോവാണ് ഇപ്പോൾ. കണ്ടോ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യലായിരുന്നു, കാരണം ടിക്കറ്റ് എടുക്കാൻ കുറച്ച് ടൈം അധികം വേണ്ടി വന്നു. ക്യൂ നിൽക്കുമായിരുന്നു ഉമ്മച്ചി. അങ്ങനെ ഫൈനലി ഉമ്മച്ചിയാണെങ്കിൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൊണ്ടുവന്ന് ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്ന പിന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് എറണാകുളം ജംഗ്ഷൻ. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിൻ യാത്ര തുടങ്ങി. അറിയാലോ, ആലപ്പുഴ ടു എറണാകുളം നല്ല രസമാണ്. കാരണം കുറേ പാടമല്ല, ഇങ്ങനെ കുറേ ഗ്രാമീണ നേച്ചറിൻ്റെ ഓരോ ഇതായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ ഉമ്മയുടെ ഫോൺ വിളിക്കുന്നുണ്ട്. പിന്നെ ഇത് പുഴയാണ്. അങ്ങനെ പിന്നെ അറിയാലോ, ആലപ്പുഴ എറണാകുളം പോകുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് പോകുന്ന വഴി നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും കാണാൻ പറ്റും. നല്ല രസമാണ്. ഒരുപാട് ഇങ്ങനെ മരങ്ങളും ചെടികളും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകും. അങ്ങനെ പിന്നെ ട്രെയിനിൽ അത്ര തിരക്കുണ്ട്. പിന്നെ നമ്മൾ വേറെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഈ ട്രെയിൻ പറന്നു പോകണോണ്ടിട്ട് ഞാൻ ഓർത്തിൻ്റെ ഫോൺ താഴ്ത്തി വീഴുന്നു, ജസ്റ്റ് മിസ് ചെയ്താണ്. അങ്ങനെ പിന്നെ ആരെങ്കിലും എറണാകുളത്ത് ടു ആലപ്പുഴ ഡെയിലി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ എവിടെയാണ് പ്ലേസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണോ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഞാൻ ഒന്ന് ഉറങ്ങി എണീച്ച് അതിൻ്റെതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണ കോലം. പിന്നെ ഇത് കണ്ടോ ഗൈസ്, മഴ പെയ്തിട്ട് വെള്ളം കയറിയതാണ്. ഇവിടത്തെ മിക്ക സ്ഥലത്തും ഞങ്ങൾ വന്ന വഴി നോക്കുമ്പോഴൊക്കെ കുറേ വീടൊക്കെ വെള്ളം കയറിയിട്ടേ. ആലപ്പുഴ ആ ഭാഗമാണല്ലോ, അപ്പോൾ വെള്ളം കയറിയിട്ട് അവർ വീട് പോലും ആ വെള്ളത്തിൽ നിന്ന് അടുക്കൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് പാലം. അങ്ങനെ പിന്നെ ഇവിടെ പിന്നെ ഒച്ചയും പാളം കേൾക്കൂടെ, വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ അവർ സംസാരിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നിശ്ചയിക്കുക. അങ്ങനെ പിന്നെ നമ്മളിതേ ഓരോ ഇതും കഴിഞ്ഞ് അങ്ങനെ വരുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ആലപ്പുഴ ഉമ്മച്ചിൻ്റെ വീട് സെക്ര ബസാറാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതേവിടെ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ തലവേദന എടുക്കാൻ തുടങ്ങി. ഉറങ്ങി എണീച്ചതിന് ക്ഷീണം മുഖത്ത് നല്ലപോലെ ഉണ്ടാവും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനും ഉമ്മയും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഉമ്മക്ക് കോൾ വന്നു, ബാപ്പി വിളിക്കുന്നുണ്ടായിരുന്നു, എവിടെ എത്തി എന്തായി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ ആലപ്പുഴ എത്തി ഗൈസ്. ഇത് ആലപ്പുഴ പരേഡ് ഗ്രൗണ്ടാണ്. ആലപ്പുഴയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഗ്രൗണ്ട്. നമ്മുടെ പരേഡ് ആഗസ്റ്റ് 15 പരേഡ് നടക്കുന്ന ഗ്രൗണ്ടാണിത്. എല്ലാവർക്കും അറിയാൻ പറ്റും, ആലപ്പുഴയിലുള്ളവർക്ക് അറിയാൻ പറ്റും ഈ ഗ്രൗണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ആലപ്പുഴ എത്തി ഗൈസ്. 5:50 കഴിഞ്ഞു കേട്ടോ ആലപ്പുഴ എത്താൻ. ഇവിടെ ബീച്ചുണ്ട്. പിന്നെ ഇത് നമ്മുടെ കയർ ഫാക്ടറിയാണ്. ഇവിടെ കയറൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അറിയാമല്ലോ. നമ്മുടെ ആലപ്പുഴ ഓൾറെഡി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അതേ ഗോഡൗണിൽ നിറച്ച് കയറൊക്കെ ഉണ്ട് കേട്ടോ. സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, പക്ഷെ കാണോ ഇല്ലെന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിതേ പിന്നെ ട്രെയിൻ പിന്നെ ആലപ്പുഴ എത്തിയത് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തായപ്പോൾ പിന്നെ അവരിങ്ങനെ പതിയല്ലേ പോവുള്ളൂ, ടൈം കറക്റ്റ് റൗണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ ഇങ്ങനെ പതിയെ പോകണം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ചായ കുടിക്കുക, ഡ്രസ്സ് മാറുക, എന്നാലൊരു സമാധാനം കിട്ടുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണ്? എവിടെയെങ്കിലും പോയി അവിടെ പോയി ഡ്രസ്സ് മാറി നമ്മൾ വീട്ടിലുള്ള ഡ്രസ്സ് ഇടുമ്പോഴാണ് ഒരു സമാധാനം കിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെയാണ്? എനിക്ക് അങ്ങനെയാണ്. ഉള്ള ഡ്രസ്സൊക്കെ ഊരിയിട്ട് നമ്മുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് നമുക്ക് കംഫർട്ടായിട്ടാൽ നമുക്ക് സമാധാനമാകും. അങ്ങനെ പിന്നെ നമ്മളിത് ട്രെയിൻ ഇവിടെ ഇറങ്ങാനായി ഗൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഫൈനലി നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇതേ അപ്പുറത്തേക്ക് അതായത് ഇത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നത്, പക്ഷെ ഞങ്ങൾ അതിലല്ല പോകുന്നത്. പിന്നെ ട്രെയിനിൻ്റെ എൻജിൻ ഊരി വെക്കുന്ന പണിയിലായിരുന്നു അവർ. അങ്ങനെ പിന്നെ അതേ ആ ട്രെയിൻ അങ്ങനെ പോയി. ഫൈനലി നമ്മുടെ ട്രെയിനിൻ്റെ എൻജിനൊക്കെ ഊരിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേ പോകണം. അതിനകത്ത് എൻ്റെ ഒച്ചയാണ് പൊന്നോ സഹിക്കാൻ പറ്റത്. എന്തായാലും എന്തൊരു ചെവിയൊക്കെ അടിച്ചു പോകണ പോലെ. അങ്ങനെ പിന്നെ നമ്മുടെ എൻജിൻ ബൈ പറഞ്ഞ് അങ്ങനെ പോവാണ് ഗേൾസ്. കണ്ടു, ഇന്ന് അതൊരു അടിപൊളി കാഴ്ച. ഞാൻ ആദ്യമായിട്ടും ഈ ട്രെയിനിൻ്റെ എൻജിൻ ഊരി വെക്കുന്നത് കണ്ടതും ഇങ്ങനെ നിലമ്പൂർ വെച്ചാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. പിന്നെ അതേ ആലപ്പുഴ. ഉമ്മച്ചി പിന്നെ ആദ്യമേ നടന്നു പോകുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നുകൊണ്ട്. ഉമ്മയ്ക്ക് പിന്നെ ആരെങ്കിലൊക്കെ കാണാൻ അറിയാൻ പറ്റും, എവിടെയെന്നാലും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഉമ്മമാർ ഇങ്ങനെയാണ് ഗൈസ്. നമ്മൾ എവിടെ ചെന്നാലും അവർക്ക് അറിയാൻ പാടാത്ത ആരും അറിയാവുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവും.
നമുക്കാവട്ടെ അവരറിയാനും പാടില്ല. അങ്ങനെ ഫൈനലി നമ്മളെ വീടിൻ്റെ അവിടെ വഴി എത്തി ഗൈസ്. ഇനി അങ്ങറ്റം വരെ നടക്കണം. നടന്ന് എൻ്റെ പൊന്നെ അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി. അപ്പം ഇന്നത്തെ വീടത്തൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട്. അപ്പോൾ ഓക്കെ ബൈ, സി യു.